വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഈ വീക്കത്തെ കറണ്ട് അഫെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫെയർ എന്താണെന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്? എന്താണ്? യക്ഷഗാന. ഓക്കെ, നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്തരം ഒരു കറണ്ട് അഫെയർ. എന്തുകൊണ്ടാണ് യക്ഷഗാന എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ന്യൂസിൽ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക ഹൈക്കോർട്ടിൻ്റെ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണത്. എന്താണ് കർണാടക ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നത്? The Karnataka High Court, considering the traditional nature of Yakshagana, granted permission for the Mela to return its original dust to dawn schedule. അതായത് എന്താണ്, യക്ഷഗാനയ്ക്ക് അല്ലെങ്കിൽ യക്ഷഗാന എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തുന്നത് രാത്രി സമയങ്ങളിലാണ്. പക്ഷെ അതിനെന്തുണ്ടായിരുന്നു, ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ജാനുവരി 14 മുതൽ എന്താണ് അത് പഴയ രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യാം. അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ് ആർട്ടാണ് എന്നുള്ളതാണ് ആരുടെ വിധി എന്ന് വിളിക്കുന്നത്? കർണാടക ഹൈക്കോർട്ടിൻ്റെ വിധി എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ഏർലിയർ എ സർക്കുലർ ഹാഡ് റെസ്ട്രിക്റ്റഡ് ദ യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ്റഗ്രൽ ടു യക്ഷഗാന പെർഫോമൻസ് ബിറ്റ്വീൻ 10 PM ആൻഡ് 6 AM ലീഡിങ് ടു ചേഞ്ചസ് ഇൻ ദ ട്രഡീഷണൽ ഷെഡ്യൂൾസ്. അതായത് എന്താണ്, മുമ്പ് ഇത് നടത്തുന്ന സമയത്ത് എന്തിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല? ലൗഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാനുള്ള പെർമിഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിലാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതാണ് ഇത് കറണ്ട് അഫെയറിൽ വരാൻ കാരണം. നമുക്കതല്ല പ്രധാനമായും നോക്കേണ്ടത്, എന്താണ് യക്ഷഗാന എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, യക്ഷഗാനയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ യക്ഷഗാന എന്ന് പറയുന്നത് എന്താണ്? യക്ഷഗാന എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രഡീഷണൽ പെർഫോമിംഗ് ആർട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, ദ കടീൽ ദുർഗപാണേശ്വരി പ്രസിദ്ധ യക്ഷഗാന മണ്ഡലി ഇൻ ദ ദക്ഷിണ കർണാടക ഈസ് ദ പ്രോമിനൻറ്റ് കോൺട്രിബ്യൂട്ടർ ടു ദി കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് എന്താണ്, ദക്ഷിണ കന്നഡയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, കാണുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഒറിജിനേറ്റിംഗ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു മിഡ് 19th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒറിജിനേഷൻ കാണാൻ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുക. ഓക്കെ, പിന്നെ ഓരോ ടൈമായിട്ട് അതിൻ്റെ പല പല രീതികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. പല ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പല ട്രൂപ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കന്നഡയിൽ എന്താണ് കൾച്ചറൽ റൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് അഫെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ യക്ഷഗാനയ്ക്ക് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, അതായത് രാത്രി കാലങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമാതീതമായ രീതിയിൽ കർണാടക ഹൈക്കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് കറണ്ട് അഫെയർസ് ആക്കി മാറ്റുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 ആണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഒന്നാണ് ആർട്ടിക്കിൾ 30 എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി എന്താണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്? നമുക്കറിയാം ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാണ് ഇത് ആർട്ടിക്കിൾ 29 ആൻഡ് 30 എന്ന് പറയുന്നത്. അതായത് അവരുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അതിൽ ആർട്ടിക്കിൾ 13 ബന്ധപ്പെട്ടാണ് നിലവിൽ ന്യൂസ് വന്നിട്ടുള്ളത്. എന്താണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്? Chief Justice of India D.Y. Chandrachud leads the 7-judge bench offering crucial observation on the minority status of educational institutions. Article 13 of the Indian Constitution pertains to the right of minorities to establish and administration educational institutions. It ensures that all religion and all linguistic minorities have the right to establish and administrate educational institutions of their choice. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 30 നമുക്കറിയാം മൈനോറിറ്റീസിൻ്റെ അവകാശമാണ്. മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും മൈനോറിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ 2 തരത്തിൽ മൈനോറിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത് റിലീജിയസ് മൈനോറിറ്റിയാണ്. മറ്റൊരു ടൈപ്പ് ഓഫ് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. അപ്പോൾ 2 തരത്തിലാണ് മൈനോറിറ്റീസ് ഉള്ളത്. ഒന്ന് റിലീജിയസ് മൈനോറിറ്റിയും ഒന്നെന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും. ഈ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾ, അതായത് അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 13 പറയുന്നത്. അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, D.Y. ചന്ദ്രചൂഡ് അടങ്ങുന്ന 7-judge ബെഞ്ചിൻ്റെ പുതിയ നിരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാനുള്ള എന്താണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എന്താണ്, മൈനോറിറ്റീസിന് എന്താ അവകാശമുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ എന്താണ് നടത്തുവാനും പൂർണ്ണമായിട്ട് എന്തുണ്ടായിരിക്കും, അവകാശമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ദിസ് റൈറ്റ് ഈസ് ഗിവൻ ടു ദ മൈനോറിറ്റീസ് ടു ഫോം ആൻഡ് ഗവേൺ ദെയർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ആർട്ടിക്കിൾ 30 ഈസ് ഓൾസോ കോൾഡ് ദ ക്യാരക്ടർ ഓഫ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. അതായത് അവർ എന്താണ് എഡ്യൂക്കേഷൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ഇനി ആർട്ടിക്കിൾ 30 ക്ലോസ് 1 എന്താണ് പറയുന്നത്? ഓൾ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓഫ് ദെയർ ചോയ്സ് എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ആൻഡ് ആർട്ടിക്കിൾ 13 ക്ലോസ് 2 എന്താണ് പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് വെൻ ഗ്രാൻഡിങ് എയ്ഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് discriminate against any educational institutions on the ground that it is under the management of a minority, whether based on religion or language. അതായത് എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് കൊടുക്കുന്ന ഗ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 ക്ലോസ് 2 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൈനോറിറ്റീസിന് എന്തിനുള്ള അവകാശം ഉണ്ടായിരിക്കും? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 30 അല്ലെങ്കിൽ 30 ക്ലോസ് 1 30 ക്ലോസ് 2 പൂർണ്ണമായിട്ടും പഠിച്ചു വെക്കണമെന്നില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആർട്ടിക്കിളുകളിലൊന്നാണ് ഇത് ആർട്ടിക്കിൾ 30. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 30 എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, കറണ്ട് അഫെയറിൽ വന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്? നമുക്കറിയാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. രാജ്യങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ സമീപിക്കുന്നത് ആരെയാണ്? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെയാണ്. ഇപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? ഇസ്രായേൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക engage in the legal battle of the International Court of Justice ICJ over allegations of genocide and acts in Gaza. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഈ UN-ന് പ്രധാനമായിട്ടും 6 ഓർഗനൈസേഷൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ UN ജനറൽ അസംബ്ലി, അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ, അതുപോലെ തന്നെ UN എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, UN സെക്രട്ടേറിയറ്റ് തുടങ്ങി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അടക്കം 6 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ആർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുക, UN-നുള്ളത്. അതിൽ ഈ പറയുന്ന സ്ഥാപനങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 5 ഈ ടേബിളിൽ കാണുന്ന 5 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വേൾഡ് കോർട്ട് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വേൾഡ് കോർട്ട് എന്നുള്ള പേരിലാണ് ഏത് അറിയപ്പെടുന്നത്? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. 1945 പാസ്സാക്കിയ UN ചാർട്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു സ്ഥാപനം എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാവുന്നത്. 1946 എന്ത് ചെയ്യുന്നു ഇത് പെർമനൻറ്റ് കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ജസ്റ്റിസിനെ റീപ്ലേസ് ചെയ്യുകയും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. 1922 പീസ് പാലസിൽ തുടങ്ങിയതായിരുന്നു ഏത് പെർമനൻറ്റ് കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ജസ്റ്റിസ്. അതിനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. നിലവിൽ എല്ലാ 193 രാജ്യങ്ങളും ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഏത് ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ കോമ്പോസിഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഇതിൽ ഒരു ജഡ്ജിൻ്റെ ടേം എന്ന് പറയുന്നത് എത്ര കാലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 വർഷമാണ് അവരുടെ കാലാവധി എന്ന് വിളിക്കുന്നത്. ഇതിൽ ഒരു ജഡ്ജിൻ്റെ കാലാവധി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്ലിയാണ്. ആരാണ് ഇലക്ട് ചെയ്യുന്നത്? UNGAയും അതുപോലെ തന്നെ UNSCയും കൂടിയും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരെ ഇലക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഈ UNGAയിലും UNSCയിലും എന്ത് ചെയ്യണം, ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, ആബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നോ 2 ജഡ്ജസ് ക്യാൻ ഹാവ് ദ സെയിം നാഷണാലിറ്റി ഇൻ ദി ICJ. അതുപോലെ തന്നെ എന്താണ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് ജഡ്ജസിനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, 2 ജഡ്ജസ് ഒരേ നാഷണൽ അഥവാ ഒരേ രാജ്യത്ത് നിന്ന് ഉള്ളവരായിരിക്കാൻ പാടില്ല. കൂടാതെ തന്നെ എന്താണ്, ഇലക്ഷൻസ് ആർ ഹെൽഡ് എവറി 3 years. അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇലക്ഷൻസ് ഹെൽഡ് ചെയ്യുക. 1/3 ഓഫ് ദ സീറ്റ്സ് ആൻഡ് റിട്ടയറിംഗ് ജഡ്ജസ് മേ ബി ദ റീ എലക്റ്റഡ്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കാലാവധി എത്രയാണ്, 9 വർഷമാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇലക്ഷൻ നടക്കുക. അതിലേക്ക് 1/3 മെമ്പേഴ്സാണ് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യപ്പെടുക. എല്ലാവരും ഒരുമിച്ച് പോയിട്ട് മറ്റേ ഗ്രൂപ്പ് വരികയല്ല ചെയ്യുന്നത്, നമ്മുടെ രാജ്യസഭയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാണ്,
1/3 മെമ്പേഴ്സിന് എന്ത് ചെയ്യാണ് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ 9 ജഡ്ജസ് ഉണ്ടെങ്കിൽ 9 പേരും അടുപ്പിച്ച് എന്ത് ചെയ്യുന്നില്ല, റീപ്ലേസ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? ഓരോ 3 വർഷം എന്ത് ചെയ്യുന്നു, കൃത്യമായ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് എന്താണ് 1/3 അംഗങ്ങളാണ് എന്ത് ചെയ്യുക, ഓരോ 3 വർഷം കൂടുമ്പോഴും എന്താണ് മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള വളരെ പ്രത്യേകതയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, the judges must possess the qualification required in the respective countries for the appointment of the highest judicial officers. അതായത് ജഡ്ജസിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഏത് രാജ്യത്തു നിന്നാണോ വരുന്നത് ആ രാജ്യത്തിൻ്റെ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസിലെത്താനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം സുപ്രീം കോർട്ടിലേക്ക് ജഡ്ജ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ സുപ്രീം കോർട്ടിലേക്ക് ജഡ്ജ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ വ്യക്തി എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലേ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുണ്ട്, നിർബന്ധമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ജഡ്ജായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റുള്ള എക്സ്പീരിയൻസ് വേണം, ഇങ്ങനെ നമ്മൾ പറയും അല്ലേ. അത് നമ്മൾ സുപ്രീം കോടതി പഠിക്കുമ്പോൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദ സെയിം വേ ഓരോ രാജ്യത്തും അതുപോലുള്ള ആളുകൾക്ക് എന്താണ് അത്തരം എക്സ്പീരിയൻസ് എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സുപ്രീം കോർട്ടിൽ പറയുന്ന പോലെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 5 വർഷം ഹൈക്കോടതിയിൽ ജഡ്ജായിട്ടുള്ള പരിചയം വേണം, അല്ലെങ്കിൽ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ടുള്ള പരിചയം വേണമെന്ന് പറയുന്ന പോലെ ഓരോ രാജ്യത്തും എന്താണ് അവരുടെ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ എത്താനുള്ള ഏതുണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ ജഡ്ജസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് എവിടെ നിന്നായിരിക്കും, ആഫ്രിക്കയിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ 2 പേര് എവിടെ നിന്നായിരിക്കും, ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ കരീബിയനിൽ നിന്നായിരിക്കും. 3 പേര് എവിടെ നിന്നായിരിക്കും, ഏഷ്യയിൽ നിന്നായിരിക്കും. 5 പേര് എവിടെ നിന്നായിരിക്കും, വെസ്റ്റേൺ യൂറോപ്പിൽ നിന്നും അതർ സ്റ്റേറ്റ്സിൽ നിന്നായിരിക്കും. 2 പേര് എവിടെ നിന്നായിരിക്കും, ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നായിരിക്കും. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുന്നുണ്ട്. എന്താണ് ഹോംവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നിലവിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് റെഫർ ചെയ്ത് വയ്ക്കുക. ഇനി ഉണ്ടെങ്കിൽ അവരുടെ കാലാവധി എത്ര കാലമാണ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതൊരു ഹോംവർക്കാണ്. ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് എന്താണ്, 69A IT ആക്ട് ആണ്. ഓക്കെ, ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ 69A ആണ് എന്താ കറണ്ട് അഫെയർ. എന്താണ് കറണ്ട് അഫെയർ ആയി വരാനുള്ള കാരണം, ദ റീവൈറ്റലൈസേഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ വെബ്സൈറ്റ് ബ്ലോക്കിംഗ് ഓർഡേഴ്സ് ആൻഡ് documented in the responses of the Right Information RT application raises concern about implications of this search. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെരി സിമ്പിൾ. അതായത് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വെബ്സൈറ്റ് ബ്ലോക്കിങ്ങുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും ഈ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളറിയാം ചൈനയിലെ പല ആപ്പുകളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിരുന്നത്, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്, 69A IT ആക്ടിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താണ്, റെസ്പോൺസ് ടു ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ RT ആപ്ലിക്കേഷൻ റൈസ് കൺസേൺ അബൌട്ട് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് സെർച്ച്. അതായത് എന്താണ്, പലപ്പോഴും ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ പറയുന്നത് എന്താണ്, 69A IT ആക്ട് ആണ്. ഇതാണ് കറണ്ട് അഫെയർ. ഇനി എന്താണ് ഈ 69A IT ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് 69A IT ആക്ടിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ 69A empowers the authorities to intercept, monitor or decrypt any information generated, transmitted, received or stored in any computer resources if it is necessary or expedient to do in the interest of the sovereignty and integrity of India, defense of India and security of the state എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അല്ലെങ്കിൽ അഖണ്ഡത അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാരണമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 69A IT ആക്ട് പ്രകാരം അത്തരം വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുവാനോ പൂർണ്ണമായിട്ടും ആർക്ക് അവകാശമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിന് അവകാശമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് പറയുന്നത്, the commission of any cognizable offence for the investigation or any offences. അതായത് എന്താണ്, ഇതൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ എന്താണ് പൂർണ്ണമായ അവകാശം ഉണ്ടായിരിക്കും. അതാണ് ഈ 69A IT ആക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, മുമ്പ് നമുക്കൊരു വേറൊരു നിയമം ഉണ്ടായിരുന്നു, 66A IT ആക്ട്. ഈ 66A IT ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയായിരുന്നു, ഇത് സുപ്രീം കോടതി 2015 റദ്ദ് ചെയ്ത് കളഞ്ഞതാണ്. അതായത്
നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും റദ്ദാക്കിയതാണ്. പക്ഷേ 69A ഐറ്റ് ആക്ട് എന്ത് ചെയ്തിട്ടില്ല, റദ്ദാക്കിയിട്ടില്ല. അവിടെ സുപ്രീം കോടതി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ, അതായത് രാജ്യത്തിൻ്റെ പരമാധികാരത്തേക്കാൾ വലുതല്ല ഒരു വ്യക്തിയുടെ എന്ത് എന്ന് പറയുന്നത്, റൈറ്റ് ടു പ്രൈവസി എന്നാണ് 69A ഐറ്റ് ആക്ടിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 69A ഐറ്റ് ആക്ട് വെച്ചിട്ട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെബ്സൈറ്റുകൾ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാൻ പറ്റും നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ. അതുപോലെ തന്നെ നമുക്കറിയാം ചൈനയിൽ നിന്നുള്ള പല ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരുന്നു. ഈ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, 69A ഐറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഏതിൻ്റെ ഭാഗമായി വരുന്നത്, 69A ഐറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇത്, കാശ്മീരി സ്ക്രിപ്റ്റ്. ഓക്കെ, എന്താണ് കാശ്മീരി സ്ക്രിപ്റ്റ് ന്യൂസിൽ വരാനുള്ള കാരണം? ദ മൈക്രോസോഫ്റ്റ് ആൻഡ് ഗൂഗിൾ ആർ സെറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ കാശ്മീരി ലാംഗ്വേജ് ഇൻ ദ ട്രാൻസ്ലേഷൻ tools, making the significant development for the language that has largely survived through the oral traditions. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ്മീരി സ്ക്രിപ്റ്റ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൈക്രോസോഫ്റ്റ്, ഗൂഗിളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യാം, അവരുടെ ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ലാംഗ്വേജുകളെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏതും കൂടി ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത്, ഈ കാശ്മീരി സ്ക്രിപ്റ്റും കൂടി ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിനെ കറണ്ട് അഫെയർ ആക്കി മാറ്റുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8 ഷെഡ്യൂൾ പ്രകാരം നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃത്, സിന്ധി, തമിഴ്, തെലുങ്കു, ഉറുദു, ബോഡോ, സന്താളി, മൈഥിലി, ഡോഗ്രി തുടങ്ങിയവ. അതിൽ നമുക്കറിയാം ഈ 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജസിൽ ഒന്നാണ് ഏത് എന്ന് വിളിക്കുന്നത്, കാശ്മീരി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താണ് 8ാമത്തെ ഷെഡ്യൂൾ, 8ാമത്തെ ഷെഡ്യൂളിൽ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് വന്നിട്ടുണ്ട്? നമുക്കറിയാം 8ാമത്തെ ഷെഡ്യൂളിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നതായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ഇനി 8ാമത്തെ ഷെഡ്യൂളിൽ ഏതൊക്കെ രീതിയിലാണ് മാറ്റം വന്നത് എന്ന് നോക്കാം. 1950 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 14 were initially included in the constitution. അതായത് 14 ലാംഗ്വേജസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ് 1967 എന്ത് ചെയ്തു, സിന്ധി ലാംഗ്വേജ് എന്ത് ചെയ്തു, 21st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 92 എന്താണ് കൊങ്കിണി, മണിപ്പൂരി അതുപോലെ തന്നെ എന്താണ് നേപ്പാളിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 71st അമെൻമെൻറ്റ് ആക്ടിലൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2003 ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി തുടങ്ങിയവയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 92ാമത്തെ അമെൻമെൻറ്റ് ആക്ടിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2011 നമ്മൾ 8th ഷെഡ്യൂളിൽ വരുത്തിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. എന്താണ് സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഒറിയ വാസ് റീപ്ലേസ്ഡ് ബൈ ഒഡിയ ബൈ 1906th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഈ ഒരു വ്യത്യാസം, ആ ഒരു സ്പെല്ലിങ്ങിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഏതാണ്, കൃഷ്ണരാജ സാഗർ ഡാമാണ്, KRS ഡാമാണ്. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ ബാൻ വിൽ റിമൈൻ ഇൻ ഫോഴ്സ് വിത്തിൻ 20 കിലോമീറ്റർ റേഡിയസ് ഓഫ് ദി കൃഷ്ണസാഗർ ഡാം അണ്ടിൽ എ ഡാം സേഫ്റ്റി സർവേ ബൈ ദി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് ധൻബാദ്. അതായത് എന്താണ് അതിൻ്റെ 20 കിലോമീറ്റേഴ്സിലുള്ള ബാൻ അതുപോലെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ നമുക്കതല്ല നോക്കേണ്ടത്, ഈ ഡാമിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. KRS ഡാം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ്. എവിടെ? കർണാടകയിൽ. ഇത് ഏത് റിവർ സൈഡിലാണ്? കാവേരി റിവർ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന ആരുടെ ലീഡർഷിപ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ എം വിശ്വേശ്വരയുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഏത് സമയത്ത് വോഡിയ ഡൈനാസ്റ്റിയുടെ സമയത്ത് 1932 ഈ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡാംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ദ 3rd ലാർജസ്റ്റ് ഡാം ഓയിങ് നാഷൻ. അതായത് ലോകത്തിലെ തന്നെ എന്താണ് 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എങ്ങനെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡാമുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുമ്പിലുള്ളത് US-ഉം ചൈനയുമാണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യ ഹാസ് മോർ ദാൻ 6,000 completed and operational specified dam and 143 are under construction stage. അതുപോലെ തന്നെ എന്താണ് 6000-ലധികം കംപ്ലീറ്റഡ് ആൻഡ് ഓപ്പറേഷണൽ ഡാംസ് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ 143 എന്താണ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന് ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡാം സേഫ്റ്റി റെഗുലേഷൻ. ഡാം സേഫ്റ്റി റെഗുലേഷൻസ് നോക്കേണ്ട ആരാണ്, സ്റ്റേറ്റ് ആണ്. ഇനി എന്താണ് ഡാംസുമായി ബന്ധപ്പെട്ട കൺസേൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡാംസ് ആർ ടിപ്പിക്കലി ഹെൽപ്പ് alleviate regular floods but pose a significant risk of more severe flooding in the event of dam failure. അതായത് ഡാം ഫെയിലിയർ ആവുകയാണെങ്കിൽ അത് വലിയ ഫ്ലഡിന് എന്ത് ചെയ്യും, കാരണമാവും. അതുപോലെ തന്നെ എന്താണ് 293 ഡാമുകൾ എന്ത് ചെയ്തു 100 വർഷം എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ എന്തുണ്ട്, അത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അധികം ദൂരത്തേക്കൊന്നും നമ്മൾ പോകണ്ട, മുല്ലപ്പെരിയാർ ഇഷ്യൂ അല്ലേ. മുല്ലപ്പെരിയാർ എന്താണ് 150 വർഷമായി, പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ എന്താണ് അപകടകരമാണ്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഡാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദാഹരണമായിട്ട് ഈ വാട്ടറിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡാം ഫെയിലിയേഴ്സ് എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക ഇന്ത്യയിൽ എത്ര ഡാമുകളുണ്ട്, ഇന്ത്യ ലോകത്തിലെ തന്നെ ഡാമിൻ്റെ കാര്യത്തിൽ എത്രാമത്തെ വലിയ കൺട്രിയാണ്, ഇന്ത്യക്ക് മുമ്പുള്ളത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ. നെക്സ്റ്റ് കടന്നു വന്നാണ് ഇത് ആദിത്യ L1. നമുക്കറിയാം ആദിത്യ L1 എന്ന് പറയുന്നത് എന്താണ്, ISROൻ്റെ ഒരു മിഷൻ ആണല്ലേ ആദിത്യ L1 എന്ന് പറയുന്നത്. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROൻ്റെ ഒരു മിഷനാണ് ഏത് എന്ന് വിളിക്കുന്നത്, ആദിത്യ L1 എന്ന് പറയുന്നത്. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, L1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ പോയിന്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്, L1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ആദിത്യ L1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിത്യ L1 വാസ് പ്ലേസ്ഡ് ഇൻ ദ hollow orbit through a firing maneuver conducted by ISRO scientists at ISTRAC Bangalore. Precious calculation and corrections were made to ensure the spacecraft exact placement in the intended hollow orbit around the Lagrangian point. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നോക്കാം എന്താണ് ഇതുകൊണ്ട് L1 പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ടും ഇതൊരു ഇമേജാണ്, ഇതിൽ പല പല പോയിന്റുകൾ കാണാൻ പറ്റും അല്ലേ. L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട്, L5. ഇതിൽ L1 എന്ന് പറയുന്നതാണ് ഒരു സാറ്റലൈറ്റ് ഒക്കെ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുന്ന പോയിന്റാണ് ഏതെന്ന് വിളിക്കുന്നത്, L1 എന്ന് പറയുന്നത്. ക്ലിയർ, അത്രയേ ഉള്ളൂ. ഇവിടെയാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ISRO ആദിത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ആദിത്യ L1 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത്രയും ഡീറ്റെയിൽ നോക്കേണ്ട ആവശ്യമില്ല. എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പുൾ ഔട്ട് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്, L1 പോയിന്റ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ 5 പോയിന്റുകളാണ്. അതിൽ ഒരു സാറ്റലൈറ്റ് ഒക്കെ സ്ഥാപിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് പോയിന്റ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്, L1 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നത്തിങ് മോർ നത്തിങ് ലെസ്. നെക്സ്റ്റ് വൺ, കിഡ്നി ബാനു കേസ് ആൻഡ് റിമിഷൻ. അതായത് കിഡ്നി ബാനു കേസ്, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പോകുന്നില്ല. അതിൻ്റെ ചരിത്രം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കിഡ്നി ബാനു കേസ് എന്ന് പറയുന്നൊരു ഗ്യാങ് റേപ്പ് കേസായിരുന്നു. അതിൻ്റെ ആളുകൾ എന്ത് ചെയ്തിരുന്നു, കോടതി ശിക്ഷിച്ചിരുന്നു. പക്ഷേ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുജറാത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, റെമിഷൻ. അതായത് നമുക്കറിയാം ഈ പ്രസിഡൻറ്റും ഗവർണർക്കൊക്കെ പല രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. എന്താണ് പല രീതിയിലുള്ള അധികാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വയ്ക്കാനുള്ള എന്തുണ്ട്, അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരം ഇവരുടെ ശിക്ഷയെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു കേസ് എന്താവാൻ കാരണം, ന്യൂസിൽ വരാൻ കാരണം.
അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ എന്തൊക്കെ അധികാരങ്ങളാണ് ശിക്ഷയുടെ മുകളിലുള്ളത്. ശ്രദ്ധിക്കാം, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രസിഡന്റിന് ഒരാളെ തൂക്കി കൊല്ലണ്ട എന്ന് വെക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിന് നിശ്ചിതമായ ചില കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബാധ്യസ്ഥനാണ്. പക്ഷേ നമ്മൾ ആ കണ്ടീഷൻസ് ഒന്നും എന്താ നമ്മൾ നോക്കുന്നില്ല, കാരണം അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് റെമിഷൻ അല്ലെങ്കിൽ എന്താണ് പാർഡണിങ് പവർ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും പാർഡണിങ് പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റിമൂവ്സ് ബോത്ത് ദ സെൻറ്റൻസ് ആൻഡ് കൺവിക്ഷൻ ആൻഡ് കംപ്ലീറ്റ്ലി അബ്സോൾവ് ദ കൺവിക്ട് ഫ്രം ഓൾ സെൻറ്റൻസസ്, പണിഷ്മെൻറ്റ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. അതായത് എന്താണ്, ഇപ്പോൾ ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്ന് വയ്ക്കാൻ ആർക്ക് സാധിക്കും? പ്രസിഡന്റിന് സാധിക്കും. അല്ലെങ്കിൽ ഒരാളെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് വേണമോ വേണ്ടോ എന്ന് വയ്ക്കാൻ ആൾക്ക് സാധിക്കും? ഗവർണർക്ക് സാധിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റിന് സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് പാർഡണിങ് പവേഴ്സ് എന്നുള്ളതിൽ പാർഡൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് ഇത് കമ്മ്യൂട്ടേഷൻ. എന്താണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദി substitution of one form of punishment for lighter form. For example, a death sentence may be commuted to rigorous imprisonment, which in turn may be commuted into simple imprisonment. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അതിനെ റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആക്കാം, അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആക്കാനൊക്കെ എന്തുണ്ട്, അധികാരമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് വിളിക്കുന്നത് കമ്മ്യൂട്ടേഷൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. പിന്നെ വരുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത് റെമിഷൻ. എന്താണ് റെമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇംപ്ലൈസ് റെഡ്യൂസിങ് ദ പീരീഡ് ഓഫ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, എ സെൻറ്റൻസ് ഓഫ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 2 years മേ ബി റെമിറ്റഡ് ആസ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 1 year. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷയിൽ മാറ്റം വരുത്തുന്നില്ല, പക്ഷേ അവരുടെ കാലാവധി കുറയ്ക്കും. അതായത് ഇപ്പോൾ 2 വർഷത്തിന് കഠിന തടവാണ് കൊടുത്തതെങ്കിൽ അത് 1 വർഷത്തിന് എന്ത് ചെയ്യും, കഠിന തടവാക്കി മാറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഏത് എന്ന് വിളിക്കുന്നത് റെമിഷൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് പിന്നെ വരുന്നതാണ് റെസ്പൈറ്റ്. റെസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഡെനോട്ട്സ് അവാർഡിങ് എ ലെസ്സർ സെൻറ്റൻസ്. അതായത് കൺവിക്റ്റിൻ്റെ സ്പെഷ്യൽ കണ്ടീഷൻ കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അതായത് കുറഞ്ഞ ശിക്ഷ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രഗ്നൻറ്റ് വുമൻസിന്, അല്ലെങ്കിൽ എന്താണ് ഡിസേബിൾഡ് പേഴ്സൺസിന്, അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചായ പേഴ്സൺസിന് എന്ത് ചെയ്യുക, അവരുടെ ശിക്ഷാ കാലയളവിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക, അഥവാ ലെസ്സർ സെൻറ്റൻസ് കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രഗ്നൻറ്റ് വുമനെ 10 വർഷത്തിനാണ് ശിക്ഷിച്ചെന്ന് വയ്ക്കുക. നമുക്കറിയാം അവർ നാളെ പ്രസവിച്ചു കഴിഞ്ഞാൽ 5 വയസ്സ് വരെയാണ് കുട്ടിയെ ജയിലിൽ നിർത്താൻ പറ്റുക. പക്ഷേ ചിലപ്പോൾ പറയാം കുട്ടി 5 വർഷം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് മാറ്റണം, അതിൻ്റെ കൂടെ ആരെയും റിലീസ് ചെയ്യാം, കുട്ടിയുടെ അമ്മയും റിലീസ് ചെയ്യാം എന്നൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിയമം ഉണ്ടാക്കാം. അതാണ് റെസ്പൈറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത് റിപ്രൈവ്. റിപ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് എ സ്റ്റേ ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് എ സെൻറ്റൻസ്, എസ്പെഷ്യലി ഓഫ് ദാറ്റ് ഡെത്ത് ഫോർ എ ടെമ്പററി പീരീഡ്. Its purpose is to enable the convict to have time to seek pardon or commutation from the president. അതായത് റിപ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. അതുവരെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലയളവ് എന്ത് ചെയ്യാം, ശിക്ഷാ കാലയളവല്ല, തൂക്കിക്കൊല്ലാനുള്ള ഒരു വിധി എന്ത് ചെയ്യാം, ഒരു ടെമ്പററി പീരീഡിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്ത് വയ്ക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് റിപ്രൈവ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയും അധികാരങ്ങളൊക്കെയാണ് പ്രസിഡന്റിനും ഗവർണർക്കും ഉള്ളത്. പക്ഷേ പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും പാർഡണിങ് പവേഴ്സിന് എന്തുണ്ട്, ചില ഡിഫറൻസ് ഉണ്ട്. അതായത് പ്രസിഡന്റിൻ്റെ പാർഡണിങ് പവേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72 വരുന്നതെങ്കിൽ ഗവർണറുടെ പാർഡണിങ് പവർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 161 വരുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോർട്ട് മാർഷലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ദ പവർ ഓഫ് ദ പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൺ എക്സ്റ്റെൻഡ് ദ കേസ് വേർ ദ പനിഷ്മെന്റ് ഓഫ് സെന്റൻസ് ഈസ് ബൈ എ കോർട്ട് മാർഷൽ, ബട്ട് ആർട്ടിക്കിൾ 61 ഡസ് നോട്ട് പ്രൊവൈഡ് എനി സച്ച് പവർ ടു ദി ഗവർണർ. അതായത് കോർട്ട് മാർഷലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രസിഡന്റിന് ഇടപെടാം, പക്ഷേ ഗവർണർക്ക് ഇടപെടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഡെത്ത് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് പാർഡൺ കൊടുക്കാം, പക്ഷേ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർഡൺ കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ വേണ്ട എന്ന് വയ്ക്കാൻ ആർക്ക് സാധിക്കും, പ്രസിഡന്റിന് സാധിക്കും. പക്ഷേ ഗവർണർക്ക് എന്ത് ചെയ്യില്ല, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യാം, ഈ പാർഡണിങ് പവേഴ്സിൽ എന്തുണ്ട്, കാര്യമായ രീതികൾ എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർസ് ആണ്. എന്താണ്? GI ടാക്സ് ആണ്. ഓക്കെ, എന്താണ് GI ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ആണ്. ഇത്
GI ടാക്സ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഏകദേശം 17 പ്രൊഡക്റ്റുകൾക്ക് ഒഡീഷ, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഈസ് എ നെയിം ഓർ സൈൻ യൂസ്ഡ് എ സർട്ടൈൻ പ്രൊഡക്റ്റ് ദാറ്റ് കറസ്പോണ്ടഡ് ടു എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ഒറിജിൻ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ GI ടാഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ സ്പെസിഫൈഡ് സ്ഥലത്തെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് സ്ഥലത്ത് ഒറിജിൻ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദ GI ടാഗ് എന്തും കൂടി എൻഷുർ ചെയ്യുന്നുണ്ട് that only authorized users or those residing in the geographical territory are allowed to use the popular product name. അതുപോലെ തന്നെ എന്താണ് ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ അത്തരം പോപ്പുലർ പ്രൊഡക്റ്റ് നെയിമുകൾ എന്ത് ചെയ്യാൻ പറ്റൂ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് മാറ്റം ഉറപ്പ് നൽകുന്നു. GI ടാക്സ് എന്ത് ചെയ്യുന്നു ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, ഇനി GI ടാക്സ് കിട്ടിയ ഒഡീഷയിലെ ചില പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഏത് എന്ന് പറയുന്നത് കപ്ഡംഗ ഷോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇത് എന്ന് പറയുന്നത് എന്താണ് ഡോങ്കരിയ കോൺ ട്രൈബിൻ്റെ ഇടയിൽ കാണപ്പെടുന്നതാണ് ഏത് എന്ന് പറയുന്നത് ഈ ഷാൾ എന്ന് പറയുന്നത് ഒരു PVTG, ഒരു പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ്. ഇതെന്താണ് വൂമൻ ആൻഡ് എംബ്രോയിഡഡ് ബൈ ദ വുമൺ. അവിടുത്തെ വുമൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇത് എംബ്രോയിഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. എവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിയമഗിരി ഹിൽസ് ഇൻ ഒഡീഷയിലാണ് എന്താണ് ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് റായ്ഗഡ ആൻഡ് കലഹന്ദി ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ ലൊക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലഞ്ചിന സോല പെയിൻറ്റിംഗ് ആണ്. ഇതൊരു ആർട്ട് ഫോമാണ് ലഞ്ചിന സോല കമ്മ്യൂണിറ്റിയുടെ. ഇവരും എന്താണ് ഒരു PVTG ഗ്രൂപ്പാണ് എന്ന് പറയുന്നത്. ഇവരെ എവിടെ കാണാൻ പറ്റുക റായ്ഗഡ ഡിസ്ട്രിക്റ്റാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ദീസ് പെയിൻറ്റിങ്സ് ആർ ഇൻ ദ ഫോം ഓഫ് എക്സ്റ്റീരിയർ മുറൽസ് പെയിൻറ്റഡ് ഓൺ ദി മഡ് ആൻഡ് വാൾസ് ഓഫ് ഹോംസ്. എന്നാണ് മഡ് അതുപോലെ തന്നെ ഹോംസിൻ്റെ വാൾസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം പെയിൻറ്റിങ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് കോർപ്പറ്റ് കലാജീന റൈസ്. അതായത് പ്രിൻസസ് ഓഫ് റൈസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കാണപ്പെടുന്നത്. ഇതെന്താണ് ഒരു ബ്ലാക്ക് കളറിലാണ് എന്ത് ചെയ്യുക ഇത് കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലാണുള്ളത്. അതുപോലെ തന്നെ ഇതെന്താണ് അരോമ, ടേസ്റ്റ്, ടെക്സ്ചർ, ന്യൂട്രീഷണൽ വാല്യൂവിനൊക്കെ എന്താണ് ഇത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ട്രൈബൽ ഫാമേഴ്സ് ഓഫ് കോർപ്പറ്റ് റീജിയൻ ഹാവ് പ്രിസർവ്ഡ് ദ റൈസ് വെറൈറ്റി ഫോർ അറൌണ്ട് 1000 years എന്നുള്ള ഇതിനെ പ്രത്യേകത ഉള്ളതാക്കി മാറ്റുന്നു. ഇതിനെ പ്രത്യേകത ഉള്ളതാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സിംലാൽ കായ് ചട്നി എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇത് റെഡ് ആൻസിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ഇതെന്താണ് ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ഒഡീഷയിലെ മയൂർജനി ഡിസ്ട്രിക്റ്റിലുള്ള ട്രൈബ്സിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യാൻ പറ്റുക ഇത്തരമൊരു ഫുഡ് ഐറ്റം എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ വരുന്നതാണ് ഏതാ നയഗ്രഹ ഖണ്ടിമുടി ബ്രിഞ്ചാൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ബ്രിഞ്ചാൾ ഈസ് നോൺ ആസ് ഫോർ ദി prickly thorns on the stems and whole plant. The plants are resistant to major insects and can be grown with the minimal pesticides എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത മൊത്തം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതിനൊക്കെ കിട്ടി GI ടാക്സ് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് ഇത് ഒഡീഷ കാജുറായ് ഗുഡ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് നമുക്കറിയാം സ്വീറ്ററാണ്. ഇതിനും എന്ത് ചെയ്തിട്ടുണ്ട് GI ടാക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഗജപാട്ടി ഡിസ്ട്രിക്റ്റാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് ധൻഖനാൽ മഗ്ജി എന്ന് വിളിക്കുന്നത്. ഇതെന്താണ് ഇതൊരു ടൈപ്പ് ഓഫ് സ്വീറ്റ് തന്നെയാണ്. ചീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. ആ ചീസ് എവിടെ നിന്നാണ് ബൊഫല്ലോ മിൽക്കിൽ നിന്ന് കിട്ടുന്ന ചീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതുണ്ടാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പല പ്രൊഡക്റ്റുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഉദാഹരണമായിട്ടുള്ള ലിസ്റ്റ് കാണാം. അരുണാചൽ പ്രദേശിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പല ഐറ്റംസിന് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗുജറാത്തിൽ, ജമ്മു കാശ്മീരിലൊക്കെ കിട്ടിയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ട ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്കാണ് GI ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ GI ടാക്സ് കിട്ടിയത് എന്നുള്ള സ്റ്റാറ്റസ് ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ്
വാമസ്റ്റ് ഇയർ റെക്കോർഡ് ഓൺ 2023. അതായത് 2023 ഏറ്റവും ചൂട് കൂടിയ വർഷം എന്നാണ് പറയുന്നത്. ഓക്കെ, 2014 റെക്കോർഡിനെ ഭേദിച്ചാണ് എന്ത് ചെയ്യുന്നത് 2023 വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 1.48 ഡിഗ്രി സെൽഷ്യസ് വാമറാണ് എന്നാണ്, പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനേക്കാൾ വാമറാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ഡേയ്സ് വേർ മോർ ദാൻ 1.5% ഡിഗ്രി വാമർ ദാൻ സെയിം ബേസ് ലൈൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2023 നിലവിൽ എന്താണ് ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി. എന്താണ് സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി ന്യൂസിൽ വരാനുള്ള റീസൺ എന്ന് വിളിക്കുന്നത്? Recently, the Supreme Court Judge Justice B.R. Gavi has been nominated as the chairman of the Supreme Court Legal Services Committee, SCLSC. അതായത് എന്താണ്, സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് നിലവിൽ ആര് വന്നിരിക്കുന്നത്, B.R. ഗവി വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? The idea of legal and aid program was earlier floated in the 1950s. It was in 1980s that a committee and a national level was established under the chairmanship of Supreme Court Judge Justice P.N. Bhagavati. P.N. Bhagavati ഭയങ്കര ഫേമസ് ആണ്, നമുക്കറിയാം. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ആശയത്തിനൊക്കെ തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്, ഈ ജസ്റ്റിസ് P.N. Bhagavati. ഈ P.N. Bhagavatiയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്ത് സ്ഥാപിതമാവുന്നത്, 1980 എന്ത് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, സ്ഥാപിതമാകുന്നത്. ഓക്കെ, ഇനി ഈ കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടപെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗൽ എയ്ഡ് സ്കീമുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചെയ്യുന്നത്. അതായത് അതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് ഇന്ത്യ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ് ആര് ചെയ്യുന്നത്, സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ 9 മെമ്പേഴ്സ് ഉണ്ടാവും. അവരെ നോമിനേറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, സെൻട്രലുമായി കൺസൾട്ട് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര അംഗങ്ങളാണ് ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെയർപേഴ്സണും 9 അംഗങ്ങളും അടക്കം എന്താണ് 10 പേരാണ് ടോട്ടൽ എവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുക, ഈ സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അതാണ് എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് മാൽഡീവ്സ് അല്ലേ. നമുക്കറിയാം നിലവിൽ ഇന്ത്യയും മാൽഡീവ്സുമായിട്ട് എന്ത് രീതിയാണ് ചില പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഉദാഹരണമായിട്ട് മോഡി ലക്ഷദ്വീപിലേക്ക് പോകുന്നു, അവിടെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നു. അതിനെ തുടർന്ന് മാൽഡീവ്സിലെ 3 മന്ത്രിമാരെന്ത് ചെയ്യുന്നു, ട്വീറ്റ് ചെയ്യുന്നു, മോശമായ പരാമർശം നടത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് എടുക്കുന്നു, മാൽഡീവ്സ് അവരെ സസ്പെൻഡ് ചെയ്യുന്നു, തുടങ്ങിയ പല കാര്യങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയും മാൽഡീവ്സുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, ഒരുപാട് ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട് കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മാൽഡീവ്സ് ഒരു ന്യൂസായി മാറുന്നത്. ഇനി മാൽഡീവ്സ് എന്ന് പറയുന്നത് ഒരു ലോ ലയിങ് ഐസ്ലാൻഡാണ് ഏത് എന്ന് വിളിക്കുന്നത്, മാൽഡീവ്സ് എന്ന് പറയുന്നത്. അതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നോർത്ത് സെൻട്രൽ ഇന്ത്യൻ ഓഷ്യനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇവരുടെ ക്ലോസസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയാണ്, ഏകദേശം 600 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ എന്താണ്, ശ്രീലങ്കയാണ് ഏകദേശം 645 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസായി മാറുന്നതും അതുപോലെ തന്നെ ന്യൂസിൽ വരാനുള്ളൊരു കാരണമായിട്ട് മാറുന്നതും. ഇനി നമുക്കതിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിലേക്കൊന്ന് പോകാം. ഇനി it consists of a chain about 1200 small coral island and sandbanks. ഓക്കെ, അതായത് എന്താണ്, ഏകദേശം 1200 ചെറിയ ഐലാൻഡുകളും സാൻഡ് ബാങ്ക്സും കൂടി അടങ്ങുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്, ഈ മാൽഡീവ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 510 മൈൽസ്, ഏകദേശം 820 കിലോമീറ്റർ എന്താണ് നോർത്ത് ടു സൗത്തും, അതുപോലെ തന്നെ 80 മൈൽസ്, ഏകദേശം 130 കിലോമീറ്റർ എന്താണ് ഈസ്റ്റ് വെസ്റ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പരന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ ഇത് സീ ലെവലിൽ എത്ര എബോവ് ലെവലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 1.8 മീറ്റേഴ്സ്, ഏകദേശം 6 ഫീറ്റാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്,
ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ് ഓഫ് മൺസൂൺ ഉണ്ട്. ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? മാലിയാണ്. ഇനി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ്. എന്ത് പേരിലാണ് അറിയപ്പെടുക? ദിവേദി എന്നുള്ള പേരിൽ അഥവാ മാൽഡിവിയൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജുകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ റിലീജൻ, സ്റ്റേറ്റ് റിലീജൻ എന്ന് വിളിക്കുന്ന ഏതാണ്? ഇസ്ലാമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടൂറിസമാണ്. ഇപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടൂറിസത്തിൻ്റെ വലിയൊരു പങ്കും എവിടെ നിന്നുള്ളവരാണ്? ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതും എന്താണ്? ഈ റിലേഷൻസിൻ്റെ പ്രത്യേകതയാണെന്നുള്ളത്. അപ്പോൾ മാൽഡീവ്സിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൂറിസത്തിൻ്റെ വലിയൊരു പങ്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിലവിൽ അതാണ് പ്രശ്നം. എന്താണ്? മോഡിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? മോഡിയെ ട്വീറ്റ് ചെയ്യുന്നു. അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ മാൽഡീവ്സ് റിലേഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ. മാൽഡീവ്സും ഇന്ത്യയും നിലവിലുള്ള പ്രശ്നങ്ങൾ. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ, ആ രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജോഗ്രഫി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB. എന്താണ് നാഷണൽ ഹൗസിംഗ്? നമുക്കറിയാം ഹൗസിങ്ങിൻ്റെ തന്നെ അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഏത് എന്ന് വിളിക്കുന്നത്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഹൗസിങ്ങിൻ്റെ തന്നെ എന്താണ്? അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഏത്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഒരു ന്യൂസിൽ വരാനുള്ള കാരണം? അതായത് ഇറ്റ് ഈസ് റെഗുലേറ്ററി ഫില്ലിംഗ് LIC റീസെൻ്റ്ലി സെഡ് ദ board has cleared the proposal to invest in a new company promoted by NHB for the residential mortgage backed securities. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ആ ന്യൂസിനല്ല ഇമ്പോർട്ടൻസ്, നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നുള്ളതാണ്. അതായത് NHB എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൾ ഇന്ത്യ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 എന്ത് ചെയ്യുന്നത്? NHB സ്ഥാപിതമാവുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഓണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഷെയറും ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഏതിൻ്റെ കംപ്ലീറ്റ് ഷെയർ എന്ന് വിളിക്കുന്നത്? നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ എന്താണ്? കംപ്ലീറ്റ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റുക? കാണപ്പെടാൻ പറ്റുക. ഓക്കെ. ഇനി ഇവർ എന്തിൻ്റെ പ്രിൻസിപ്പൽ അതോറിറ്റിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രിൻസിപ്പൽ അതോറിറ്റിയാണ് ഏത് എന്ന് വിളിക്കുന്നത്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഹൗസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ആൻഡ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ എന്താണ്? ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഓർത്ത് വയ്ക്കാം, നാഷണൽ ഹൗസിങ്ങിൻ്റെ തന്നെ എന്താണ്? അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഏത് എന്നറിയപ്പെടുന്നത്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? ഇതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്തിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് എന്താണ്? പ്രസാദം. എന്താണ്? ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ recently inaugurated the country's first healthy and hygienic food street Prasadam in the Nilkhandwan Mahakal Lok in Ujjain, മധ്യപ്രദേശ്. അതായത് എന്താണ്? മധ്യപ്രദേശിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഫുഡ് സ്ട്രീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ആരുടെ അണ്ടറിലാണ്? യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്നതായി കാണാൻ പറ്റുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ തന്നെ എന്താണ്? ഫസ്റ്റ് എന്താണ്? ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നീൽഖണ്ഡ്വാൻ മഹകാൽ ലോക്ക് ഇൻ ഉജ്ജൈൻ, മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് കണക്ട് പീപ്പിൾ ഇൻ എവറി കോർണർ ഓഫ് ദ കൺട്രി വിത്ത് പ്യുവർ ആൻഡ് സേഫ് ലോക്കൽ ആൻഡ് ട്രഡീഷണൽ ഫുഡ്സ്. അതായത് രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള പ്യുവർ ആൻഡ് സേഫ് ആയിട്ടുള്ള ലോക്കൽ ട്രഡീഷണൽ ഫുഡ്സ് എന്ത് ചെയ്യുക? എത്തിക്കുക എന്നുള്ളതാണ്. ഏകദേശം എന്താണ്? 939 സ്ക്വയർ മീറ്റേഴ്സും 19 ഷോപ്പുകളാണ് നിലവിൽ അവിടെ കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏകദേശം 1 മുതൽ 1.5 ലക്ഷം ആളുകൾ വരെ എന്ത് ചെയ്യാറുണ്ട്?
മഹാകാലീശ്വർ ടെമ്പിൾ ഡെയിലി വിസിറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നും ഏതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയി പറയുന്നുണ്ട്. ഓക്കെ, ഇനി ആ ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. ഇതൊരു ഹിന്ദു ടെമ്പിളാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലോർഡ് ശിവയാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്? ആൻഷ്യൻ സിറ്റിയായ ഉജ്ജയിൻ, അതായത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അതുപോലെ തന്നെ ഇത് ഏത് ലേക്കിൻ്റെ അടുത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, രുദ്രസാഗർ ലേക്കിൻ്റെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ 12 ജ്യോതിർഗംസ് ഓഫ് ലോർഡ് ശിവ. അതുപോലെ തന്നെ എന്താണ്, മഹാകാലീശ്വർ ഇഡോൾ ഈസ് ദ ദക്ഷിണമുഖി എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതായത് എന്ത് ചെയ്യുന്നു, സൗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അതുപോലെ തന്നെ ഏകദേശം 5 ലെവൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെമ്പിൾ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, അതുപോലെ തന്നെ മഹാശിവരാത്രി ഫെസ്റ്റിവലൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചോദിക്കാം ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് എന്ത് ചെയ്യാം, ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വരാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. അതായത് 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ എന്തിരിക്കുകയാണ്, പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് എത്ര രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സന്ദർശിക്കാം, ഇതാണ് ആര് നോക്കുന്നത്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, ഇനി ഇത് വേൾഡ് ലെവലിലുള്ളൊരു റാങ്കിങ് ആണ് ഇത് എന്ന് പറയുന്നത്. 2006 എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡെക്സ് എടുക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആരാണ് ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് വിസ റെസ്ട്രിക്ഷൻസ് ഇൻഡെക്സ് ആണ്, HVRI ആണ് എന്ത് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 199 ഡിഫറെൻറ്റ് പാസ്പോർട്ടുകളും 227 ഡിഫറെൻറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസായി വരാൻ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊരു കറണ്ട് അഫെയർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2024 പാസ്പോർട്ട് ഇൻഡെക്സ് എന്ത് ചെയ്തു നോക്കി, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇവർക്ക് ഏകദേശം 194 ഗ്ലോബൽ ഡെസ്റ്റിനേഷൻസിലേക്ക് എന്തുണ്ട്, വിസ ഫ്രീ എൻട്രി ഉണ്ട്. ടോപ്പ് 10 നിൽക്കുന്ന എന്താണ്, യൂറോപ്യൻ കൺട്രീസാണ്. ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നതിൽ എത്രാമത്തേതാണ്, 80ാമത്തേതാണ്. ഓക്കെ, ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്കിങ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 80ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 62 രാജ്യങ്ങളിലേക്കാണ് വിസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുക, ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് എന്ത് ചെയ്യാൻ സന്ദർശിക്കാൻ പറ്റുക. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും അവസാനമുള്ളതായിട്ട് കാണാൻ പറ്റുക. വെറും 28 രാജ്യങ്ങളിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ, സന്ദർശിക്കാൻ പറ്റും. അപ്പോൾ ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്കാണ് ന്യൂസ്. ഏകദേശം 80ാമത്തെ റാങ്കാണ് ആർക്കുള്ളത്, ഇന്ത്യക്കുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇക്വഡോർ. കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് ഇത്, ഇക്വഡോർ. എന്താണ് ഇക്വഡോർ ന്യൂസിൽ വരാൻ കാരണം, ഇക്വഡോർ ഹാസ് ഡിക്ലെയർഡ് നാഷൻ വൈഡ് എമർജൻസി ഫോളോയിങ് എസ്കേപ്പ് ഓഫ് ഹൈ പ്രൊഫൈൽ പ്രിസണേഴ്സ്. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി നമ്മൾ ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു അറ്റ്ലസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്തരം ലൊക്കേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഏതൊക്കെ സീകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിലും ഏതൊക്കെ സീ ആണുള്ളത് എന്നൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു മാപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇക്വഡോർ ആണ് ഇപ്പോൾ ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഇനി ഇക്വഡോറിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റോ ആണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്, ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, പസഫിക് ഓഷ്യനിലേക്കാണ്, ഇൻ ദ വെസ്റ്റ്. ഓക്കെ, അതായത് ഇതാണ് ഇക്വഡോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്, പസഫിക് ഓഷ്യനിലേക്കാണ് ഇതിൻ്റെ എന്ത് എന്ന് വിളിക്കുന്നത്, ഓപ്പണിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് വെസ്റ്റ് സൈഡിലെ പസഫിക് ഓഷ്യനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് എന്ത് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കൊളംബിയ അല്ലേ, കൊളംബിയ എന്താണ് ഇവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പെറു, സൗത്തിൽ എന്താണ്, പെറു. അപ്പോൾ ഇക്വഡോറിൻ്റെ നോർത്തേൺ ബോർഡർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കൊളംബിയയാണ് ഇക്വഡോറിൻ്റെ നോർത്തേൺ ബോർഡർ എന്ന് വിളിക്കുന്നത്. അതേസമയം സദേൺ ബോർഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സൗത്തിൽ ആരെയാണ് നമുക്ക് കാണാൻ പറ്റുക,
പിറവിനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് പസഫിക് ആർക്കിഡോ, അതുപോലെ തന്നെ ഗാലപ്പഗോസ് ഐസ്ലാൻഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിംബ്രോസോ ആണ് ഹയസ്റ്റ് പീക്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മേജർ വോൾക്കാനോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കോട്ടോപാക്സി, അതുപോലെ റിവൻഡേഡർ, അതുപോലെ തന്നെ സിയ നഗിര, ഇതൊക്കെയാണ് മേജർ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പസ്സ, അതുപോലെ തന്നെ നാപ്പോ, മൊറാനോ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റ് എന്താണ്, ഹ്യൂമിഡ് ട്രോപ്പിക്കലാണ് ക്ലൈമറ്റ്. ഓക്കെ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇക്വഡോറിൻ്റെ നോർത്തേൺ സൈഡ് അല്ലെങ്കിൽ സദേൺ സൈഡ്, ഇക്വഡോറിൻ്റെ എന്നല്ല ഞാൻ പറയുന്നത്, ഏത് സ്ഥലമാണോ കറണ്ട് അഫെയറിൽ വരുന്നത് അവരുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ക്ലിയർ. ഇനി നെക്സ്റ്റ് വൺ ടിമോർ ലെസ്റ്റാണ് അടുത്തത് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, എന്താണ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹെൽഡ് എ ബൈലാറ്ററൽ മീറ്റിംഗ് വിത്ത് ദ പ്രസിഡന്റ് ഓഫ് ടിമോർ ലെസ്റ്റ്. ഇതാണ് എന്താണ്, ഇത് കറണ്ട് അഫെയർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദില്ലിയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഐസ്ലാൻഡ് കൺട്രി എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതുപോലെ തന്നെ ബൗണ്ടഡ് ബൈ എന്ന് പറയുന്നത് എന്താണ്, തിമോർസിയാണ്. സൗത്ത് ഈസ്റ്റിൽ എന്താണ്, തിമോർസിയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ വീറ്റർ സ്ട്രെയിറ്റ് ആണ് നോർത്തിൽ, അതുപോലെ തന്നെ ഒംബായ് സ്ട്രെയിറ്റ് ആണ് എന്താണ്, നോർത്ത് വെസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ തിമോർ എന്ന് പറയുന്നതാണ് പാർട്ട് ഓഫ് ഇന്തോനേഷ്യൻ പ്രൊവിൻസ് ഓഫ് ഈസ്റ്റ് ന്യൂസ തെങ്കേരിയാണ് സൗത്ത് വെസ്റ്റിൽ. അതുപോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, മോഡറേറ്റ് റെയിൻഫോൾ ആണ്. ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മൗണ്ട് ടാറ്റ മെയിലോൺ എന്താണ്, ഹയസ്റ്റ് പോയിന്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ്. എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമമാണ് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10ാമത്തെ ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ. എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു എന്ന് വയ്ക്കാം. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജയിക്കുന്നു. ജയിച്ച ശേഷം അദ്ദേഹം പിന്നീട് പാർട്ടി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൂടി എന്ത് ചെയ്യും, നഷ്ടമാകും എന്ന് പറയുന്ന നിയമമാണ് ഏത് എന്ന് വിളിക്കുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, നിലവിൽ ഇതെന്താണ് ന്യൂസ് ആവാൻ കാരണം, ദ ഡിസിഷൻ ഓഫ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ രാഹുൽ നവേക്കർ refusing to disqualify 60 MLAs of Eknath Shinde faction and declaring Shinde faction as the real Shivasena came as no surprise. അതായത് എന്ത് ചെയ്തു, ശിവസേനയിലൊരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഏകനാഥ് ഷിൻഡെയും കുറച്ച് ആളുകളും ശിവസേനയിൽ നിന്ന് പോരുകയും ഇനി ഇവർ നയിക്കുന്ന ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കുന്ന ആരാണ്, സ്പീക്കറാണ്. പക്ഷേ ആൻറ്റി ഡിഫെക്ഷൻ ലോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞു, ഒരാൾ എക്സ് എന്നുള്ളൊരു പാർട്ടിയിലായിരുന്നു, പിന്നീട് അദ്ദേഹം വൈ എന്നുള്ള പാർട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം, കാരണം കൂറുമാറ്റമാണ്. പക്ഷേ ഒരു പാർട്ടിയിൽ നിന്നും 2/3 ആളുകൾ മറ്റൊരു പാർട്ടിയിലേക്ക്, ഇപ്പോൾ എക്സ് എന്നുള്ളൊരു പാർട്ടിയിൽ നിന്ന് 2/3 ആളുകൾ വൈ എന്നുള്ളൊരു പാർട്ടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ബാധകമല്ല, ആൻറ്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല എന്നുള്ളതാണ്. ഓക്കെ, നിലവിൽ അതാണ് വന്നിരിക്കുന്നത്. ഏകനാഥ് ഷിൻഡെയുടെ എന്താണ്, അതായത് 3-ൽ 2 ആളുകൾ എങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്, ഏകനാഥ് ഷിൻഡെയുടെ ഭാഗത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാനുള്ള ആൻറ്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10ാമത്തെ ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 52ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1985 ഏത് നിലവിൽ വരുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു അബാൻഡൻ എ പൊസിഷൻ ഓർ അസോസിയേഷൻ ഓഫ്റ്റൻ ടു ജോയിൻ ആൻ ഓപ്പോസിറ്റ് ഗ്രൂപ്പ്. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫെക്ഷൻ. അതിനെതിരായ നിയമമാണ് ഏതെന്ന് വിളിക്കുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി ആൻറ്റി ഡിഫെക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ആൻറ്റി ഡിഫെക്ഷൻ ലോ വാസ് ഇനാക്റ്റഡ് ടു എൻഷുർ ദാറ്റ് എ പാർട്ടി മെമ്പർ ഡസ് നോട്ട് വയലേറ്റ് ദ മാൻഡേറ്റ് ഓഫ് ദ പാർട്ടി ആൻഡ് ഇൻ കേസ് ഹി ഡസ് സോ ഹി വിൽ ലോസ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, ദ ലോ അപ്ലിക്കബിൾ ടു ബോത്ത് പാർലമെൻറ്റ് സ്റ്റേറ്റ് അസംബ്ലീസ്. അതായത് എന്താണ്,
പാർലമെൻറ്റിനും സ്റ്റേറ്റ് അസംബ്ലീസിനൊക്കെ എന്താണ് ഇത് ബാധകമാണ്. ഓക്കെ, അതായത് MPs ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്വിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയമം. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാ സമയത്തും ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് 2/3 മെമ്പേഴ്സാണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ നിയമം എന്ത് ചെയ്യില്ല, ബാധകമാവുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നതിനെ തടയുന്നതിനുള്ള നിയമമാണ് ഏത് എന്ന് വിളിക്കുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10ാമത്തെ ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ? MPs അല്ലെങ്കിൽ MLA എന്താണ് പെട്ടെന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് സ്വിച്ച് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു നിയമം എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതാണ് ഏതെന്ന് വിളിക്കുന്ന ആൻറ്റി ഡിഫെക്ഷൻ ലോ. മലയാളത്തിൽ അതിനെ കൂറുമാറ്റ നിരോധന നിയമം എന്നുള്ള പേരിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. ക്ലിയർ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സ്വച്ഛ് സുരക്ഷ അവാർഡ്സ്. എന്താണ് സ്വച്ഛ് സുരക്ഷ അവാർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലീൻനെസ് ആൻഡ് സാനിറ്റൈസേഷൻ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള സിറ്റീസിനൊക്കെ കൊടുക്കുന്ന അവാർഡാണ് ഏത് എന്ന് വിളിക്കുന്നത്, ഇത്തരം അവാർഡ് എന്ന് വിളിക്കുന്നത്. ഇത് എന്താണ് നമുക്കറിയാം, ഓൾറെഡി ഗവൺമെൻറ് ഒരു സ്വച്ഛ് ഭാരത് മിഷൻ കൊണ്ടുവന്നിരുന്നു അല്ലേ. ക്ലീനസ്റ്റ് സിറ്റി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റീസിനാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റീസിനാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അവാർഡ് ആര് കൊടുക്കുന്നത്, ഗവൺമെൻറ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ സിറ്റി വൈസ് റാങ്കുണ്ട്, സ്റ്റേറ്റ് വൈസ് റാങ്കുണ്ട്. ഇനി സിറ്റി വൈസ് റാങ്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റാങ്കുകൾ കിട്ടിയിരിക്കുന്നത് ഒന്ന് ഇൻഡോറിനും 2 സൂററ്റിനുമാണ്. ഇനി 3ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് നേവി മുംബൈ, 4ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ വിശാഖപട്ടണം, 5ാമത്തെ റാങ്ക് എന്ന് വിളിക്കുന്ന ആരാണ്, ഭോപ്പാലാണ്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഇത് ക്ലീനസ്റ്റ് സിറ്റീസ് റാങ്കാണ്, ഗ്രേറ്റർ ദാൻ 1 lakh പോപ്പുലേഷൻ അണ്ടറിലാണ്. ഇനി സ്റ്റേറ്റ് റാങ്കിങ്ങുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ കാര്യമായ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് റാങ്കിങ് നോക്കുമ്പോൾ 1ാമത്തെ റാങ്ക് എന്ന് വിളിക്കുന്ന ആൾക്കാണ് മഹാരാഷ്ട്ര, 2ാമത്തെ റാങ്ക് എന്ന് വിളിക്കുന്ന ആരാണ് MP മധ്യപ്രദേശ്, 3ാമത്തെ റാങ്ക് എന്ന് വിളിക്കുന്ന ആരാണ് ഛത്തീസ്ഗഡിനാണ്, 4ാമത്തെ റാങ്ക് എന്ന് വിളിക്കുന്ന ആൾക്കാണ് ഒഡീഷ, 5ാമത്തെ റാങ്ക് ആൾക്കാണ് തെലങ്കാന. അപ്പോൾ വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം, ഈ സിറ്റി വൈസ് റാങ്ക് എന്ത് ചെയ്യാം ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് വൈസ് റാങ്കിങ്ങും ചോദിക്കാം. അപ്പോൾ സിറ്റി വൈസ് റാങ്കിങ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ സിറ്റി വൈസ് റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്ന ആൾക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാണ് ഇൻഡോറിനാണ്. അതുപോലെ തന്നെ പിന്നെ സൂററ്റ്, അതുപോലെ തന്നെ എന്താണ് നേവി മുംബൈക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് വൈസ് റാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൾക്കാണ് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, പിന്നെ ഒഡീഷ, അതുപോലെ തന്നെ പിന്നെ തെലങ്കാനയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന കറണ്ട് അഫെയർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടൽ സേതു അല്ലേ. ഈ ഇടയ്ക്കാണ് ഇനാഗുറേഷൻ കഴിഞ്ഞ് നമുക്കറിയാം. എന്താണ് ദ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് MTHL നോൺ ആസ് ദ അടൽ ബിഹാരി വാജ്പേയി നാഹ സേവ അടൽ സേതു. ഇറ്റ് ഈസ് സെറ്റ് ടു ട്രാൻസ്ഫോം ട്രാവൽ ബിറ്റ്വീൻ മുംബൈ ആൻഡ് നേവി മുംബൈ. അതായത് മുംബൈ നേവി മുംബൈയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ അടൽ സേതു എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, അടൽ സേതു എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി അടൽ സേതുവിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവരെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള മാപ്പും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുംബൈയിൽ നിന്ന് എങ്ങോട്ടാണ്, നേവി മുംബൈയിലേക്കാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് ഓൾഡ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേസമയം പുതിയതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ദൂരം എന്താണ് കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി
ഇതാരാണ് ഉദ്ഘാടനം ചെയ്ത്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത്. നമുക്കറിയാം നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്ത്. ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? എത്ര കോടി രൂപയാണ്? ഏകദേശം 20,000 കോടി രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് വിളിക്കുന്ന ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജാണ്. ഇത് ഏകദേശം 22 കിലോമീറ്ററാണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏകദേശം 2 മണിക്കൂർ എടുക്കുന്ന ഏകദേശം എത്രയാണ്? 20 മിനിറ്റായിട്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും എന്നുള്ള എന്താണ് ഇതിൻ്റെ പ്രത്യേകതയാണ്. കട്ടിംഗ് എഡ്ജ് ജാപ്പനീസ് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 6 ലൈൻ സ്ട്രക്ചറാണ് ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സേഫ്റ്റി മെഷേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുമ്പ് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണം, ഏകദേശം 120 മിനിറ്റ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 20 മിനിറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസൻസ് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ അവാർഡ് 2023. അതായത് എന്തുണ്ട്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ അവാർഡ് 2023 കൊടുത്തിട്ടുണ്ട്. ആ അവാർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോവാം. ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എന്താണ്? മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ്. 1991-92 എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണർ അവാർഡാണ്. ഇത് ആരുടെ പേരിലാണ്? മേജർ ഹോക്കി പ്ലെയറായ മേജർ ധ്യാൻ ചന്ദിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് ഏകദേശം 4 വർഷത്തെ എന്താണ് പെർഫോമൻസിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 2023 ഇത് ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചിരാഗ് ഷെഡ്ഡി, അതുപോലെ തന്നെ സ്വാതിക് സൈറജ് റാൻകരേഡിക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന അർജുന അവാർഡാണ്. 1961 എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇറ്റ് വാസ് ദ ഇന്ത്യസ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണർ ബിഫോർ ദ ഖേൽ രത്ന കെയിം ഇൻ ടു ബീയിങ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇത് ആരുടെ പേരിലാണ്? മഹാരാഷ്ട്ര ക്യാരക്ടറായ അർജുനൻ്റെ പേരിലാണ്. ഏകദേശം 4 വർഷത്തെ ഗുഡ് പെർഫോമൻസിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡും കൊടുക്കുന്നത്. ഓക്കെ, വിന്നേഴ്സ് ആർ റിസീവ്ഡ് എ സ്റ്റാച്യു കമ്മിറ്റി ഓഫ് അർജുന എ സർട്ടിഫിക്കറ്റ് ആൻഡ് എ ക്യാഷ് പ്രൈസ്. അതായത് എന്താണ്? ഇതിന് വിന്നേഴ്സിന് കിട്ടുന്നതാണ് അർജുനൻ്റെ സ്റ്റാറ്റ്യൂവും അതുപോലെ തന്നെ എന്താണ് ഒരു സർട്ടിഫിക്കറ്റ്, ക്യാഷ് പ്രൈസും കൂടി അടങ്ങുന്നതാണ് ഇത് അവാർഡ്. ഇത് കിട്ടിയ ആദ്യത്തെ അവാർഡ് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പ്യൻ PK ബാനർജിക്കാണ് 1961 ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹോക്കി പ്ലെയർ ആയിട്ടുള്ള അന്ന ലംസണ്ടനാണ് കിട്ടുന്നത്. 2023 ആരൊക്കെ കിട്ടി? അതിഥി ഗോപിചന്ദ് സ്വാമി, അതുപോലെ തന്നെ മുഹമ്മദ് ഷാമി, അതുപോലെ തന്നെ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ തുടങ്ങിയവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ അർജുന അവാർഡ് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. 1985 ഇത് സ്ഥാപിതമാകുന്ന എന്തിൻ്റെ പേരിൽ? ഹയസ്റ്റ് സ്പോർട്സ് ഓണർ ഫോർ കോച്ചസിനുള്ളതാണ് ഇത് ദ്രോണാചാര്യ അവാർഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ്രോണാചാര്യരുടെ പേരിൽ, അതായത് അർജുനൻ്റെ കോച്ചായ ദ്രോണാചാര്യരുടെ പേരിലാണ്, മഹാഭാരതത്തിലെ ക്യാരക്ടറാണ്, അവരുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു അവാർഡ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ അവാർഡ് കിട്ടുന്നവർക്ക് എന്താണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദ്രോണാചാര്യരുടെ ഒരു സ്റ്റാറ്റ്യൂ, അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും അടങ്ങുന്നതാണ് അവാർഡ്. അതുപോലെ തന്നെ ഇത് കിട്ടിയ ഫസ്റ്റ് വുമൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്ലറ്റ് കോച്ചായ രേണു കോഹ്ലിക്കാണ് 2002 ഇത് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് റീസെൻറ്റ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ആൻഡ് ലൈഫ് കോൺട്രിബ്യൂഷൻസിനാണ്, ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻസിനൊക്കെയാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 2023 ഇതിൽ 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് റെഗുലർ കാറ്റഗറിയും ഒന്ന് ലൈഫ് ടൈം കാറ്റഗറി. ഈ റെഗുലർ കാറ്റഗറി ഇത് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിത് കുമാർ, അതുപോലെ തന്നെ RB രമേഷിനും. ലളിത് കുമാർ ഇവിടുന്നാണ് റെസ്റ്റിംഗ്, അതുപോലെ തന്നെ RB രമേഷ് ഇവിടുന്നാണ് ചെസ്സിൽ നിന്നും. അതുപോലെ തന്നെ ലൈഫ് ടൈം കാറ്റഗറിയിൽ ജസ്കിരാജ് സിംഗ് ഗൗളിനാണ് ഗോൾഫിന്, അതുപോലെ തന്നെ എന്താണ് ഭാസ്കർ കബഡിക്കാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്ന അവാർഡാണ് ഇത് മേജർ ധ്യാൻ ചന്ദ് അവാർഡ് എന്ന് പറയുന്നത്. 2002 എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊമോഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് അവാർഡ് എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബോക്സർ ഷഹുരാജ് ബിറജർ, അതുപോലെ തന്നെ ഹോക്കി പ്ലെയർ അശോക് ദിവാനൊക്കെയാണ് ആദ്യ അവാർഡ് കിട്ടിയത്.
23 ആർക്കെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുഷ കൺവീർ, അതുപോലെ തന്നെ വിനീത് കുമാർ ശർമ്മ, അതുപോലെ തന്നെ കവിത ശിൽവരാജിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിയാണ്. MAK ആണ്. 1956, 57 എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് സ്ഥാപിതമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1956, 57 എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതെന്തിനാണ് കൊടുക്കുന്നത്? given to an institution or university for top performance in inter-university tournaments. Inter-university tournamentsൽ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും നല്ല പെർഫോമൻസിനാണ് എന്ത് ചെയ്യുന്നത് ഇത് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുക. ഇതിന് കൊടുക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിയും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും കൂടി അടങ്ങുന്നതാണ് അവാർഡ്. ഇത് ആദ്യം കിട്ടുന്ന ബോംബെ യൂണിവേഴ്സിറ്റിക്കാണ്. ഇപ്പോൾ 56, 57 അത് തുടങ്ങിയ വർഷം തന്നെ. 2024 കിട്ടിയത് ഗുരുനാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി, അമൃത്സർ, അതുപോലെ തന്നെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, പഞ്ചാബ്, കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി തുടങ്ങിയവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ എന്ന് പറയുന്നത്. ഇത് 2009 എന്ത് ചെയ്യുന്നത് ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റും. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽസിൻ്റെ സ്പോർട്സ് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഏതൊക്കെ കാറ്റഗറിയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഉദാഹരണമായിട്ട് കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓഫ് സ്പോർട്സ് പേഴ്സൺസ്, അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ കാറ്റഗറി വരുന്നത്. 2023 ആർക്കാണ്? ജെയിൻ, അതുപോലെ തന്നെ എന്താണ് ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ ലിമിറ്റഡിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. 2 യൂണിവേഴ്സിറ്റീസിനാണ് എന്ത് ചെയ്യുന്നത് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജെയിൻ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ എന്താണ് ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ ലിമിറ്റഡിനുമാണ് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി ബന്ധപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്? അതായത് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും നോമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യേണ്ട കമ്മിറ്റി അല്ലെങ്കിൽ ആരാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആക്ടിന് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ദ സുപ്രീം കോർട്ട് ഡിക്ലൈൻ ടു സ്റ്റേ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്നത് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ 3 പേരാണുള്ളെങ്കിൽ റൂളിംഗ് പാർട്ടിക്ക് അതിലെന്തുണ്ടാവില്ല ഒരുപാട് അധികാരങ്ങളുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റൂളിംഗ് പാർട്ടിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഓപ്പോസിഷൻമാരുണ്ട്, ഓപ്പോസിറ്റ് ലീഡർ ഉണ്ട്, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റൂളിംഗ് പാർട്ടിയും അവരുടെ അധികാരം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതുപോലെ അല്ലെങ്കിൽ ഇത്തരം ഒരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വേണ്ട എന്ന് വെച്ചിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്താണ് പ്രൈം മിനിസ്റ്റർ, 2 എന്താണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ, 3 ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള പകരം ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. നിലവിൽ അതാണ് ആര് സ്റ്റേ ചെയ്തിട്ടുള്ളത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റേ ചെയ്തിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് സിറ്റിസൺഷിപ്പ്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺസിഡേഴ്സ് all refugees in India illegal migrants and India does not have law governing the refugees. This means that the Sri Lankan refugee who came to India fearing violence and persecution during the civil war which lasted from 1983 to 2009 are ineligible for Indian citizenship if they have lived in India for 13 years. അതായത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട നിയമമാണ്. ആർക്കൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുക്കാമില്ല, അതിലിപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. നമ്മുടെ ഇമ്പോർട്ടൻസ് അതല്ല. നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്തിനെക്കുറിച്ച് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതായത് എന്താണ് ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ ആണെങ്കിൽ എന്താണ് ആ രാജ്യത്തിൻ്റെ എല്ലാ പൊളിറ്റിക്കൽ റൈറ്റ്സും എന്തുണ്ടായിരിക്കും ആ വ്യക്തിക്ക് എന്തും കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി
പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും എന്ന് പറയുന്നില്ല ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഏതൊക്കെ രീതിയിൽ അക്വയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കണമെന്നോ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു നിയമം എവിടെ ഇല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ആ നിയമം പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, ആ നിയമം പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിലാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്ത് ചെയ്യുന്നത്, ഈ നിയമം പറയുന്നത്. 1955 നിയമപ്രകാരം പറയുന്നത് ഇന്ത്യയിലെ 5 രീതിയിൽ എന്ത് ചെയ്യാം, സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം. അതുപോലെ തന്നെ 3 രീതിയിൽ എന്ത് ചെയ്യും, സിറ്റിസൺഷിപ്പ് നഷ്ടമാവുമെന്നാണ്. ഉദാഹരണമായിട്ട് ഏതൊക്കെയാണ് 5 രീതിയിൽ കിട്ടുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം പറയുന്നു. 1 ബൈ ബർത്ത്, അതായത് ജനിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്യും കിട്ടുന്ന സിറ്റിസൺഷിപ്പ്. 2 എന്ന് വിളിക്കുന്നത് എന്താണ്, ബൈ ഡിസെൻറ്റ്. ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കറണ്ട് അഫെയറിൽ പോകണമെന്ന് തോന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ 3 എന്ന് വിളിക്കുന്ന ഏതാണ്, ബൈ രജിസ്ട്രേഷൻ. 3 എന്ന് വിളിക്കുന്ന ഏതാണ്, ബൈ രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ 4ാമത്തെ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട് എന്താണ്, ബൈ നാച്ചുറലൈസേഷൻ. 4ാമത്തെ മെത്തേഡാണ് ഇത്, ബൈ നാച്ചുറലൈസേഷൻ. ആൻഡ് 5ാമത്തെ മെത്തേഡാണ് ഏതെന്ന് വിളിക്കുന്നത്, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇങ്ങനെ 5 രീതിയിൽ എന്ത് ചെയ്യാം, ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യാം, സ്വീകരിക്കാമെന്നാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ നഷ്ടമാകും, ഓക്കെ, ഇതെങ്ങനെ അക്വയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യും, സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് നഷ്ടമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറയുന്നത് എന്താണ്, 3 രീതിയിലാണ്. ഒന്നേതാണ്, റിനൻസിയേഷനാണ്. റിനൻസിയേഷൻ. അതുപോലെ തന്നെ എന്താണ്, 2ാമത്തേതാണ് ടെർമിനേഷൻ. ആൻഡ് 3ാമത്തേതാണ് ഡിപ്രൈവേഷൻ. ഇതാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ നിയമപ്രകാരം ഇന്ത്യയിൽ എന്ത് ചെയ്യാം, 5 രീതിയിൽ എന്ത് ചെയ്യാം, സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാം. 3 രീതിയിൽ എന്ത് ചെയ്യും, സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യും, നഷ്ടമാകും എന്നുള്ളതാണ്. ക്ലിയർ. ഇനി ഈ ആക്ട് എത്ര തവണ നമ്മൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തവണ. മീൻസ് ഈ ആക്ട് എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 86, 92, 2003, 2005, 2015, 2019. ഈ 2019 നമുക്കറിയാം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വലിയ രീതിയിൽ പ്രശ്നമായിരുന്നു. ഇത്രയും തവണ ഇത് ഭേദഗതി വരുത്തിയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സിറ്റിസൺഷിപ്പ് സൈഡിൽ നിന്ന് എന്താണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് 2023 എന്ന് വിളിക്കുന്ന എന്താണ്, ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസന്റ് ദ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ഫോർ ദി 2023 ടീം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഓർ ISRO ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റിന് ഇപ്രാവശ്യം ISRO ടീമിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ്സ് എന്ത് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ് എന്തിനുള്ള കോൺട്രിബ്യൂഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. സ്പേസ് എക്സ്പ്ലോറേഷൻ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ദ റിമാർക്കബിൾ ഗ്രോത്ത് ഓഫ് private space sector was also highlighted in the event. The 119 startup and over rupees 1,000 crore invested in the current financial year 2023 and 24. ഇത്രയാണ് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം റിസർച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രൊജക്റ്റ് ടൈഗർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രൊജക്റ്റ് ടൈഗർ ന്യൂസിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ടൈഗർ എന്തുണ്ട്, ന്യൂസിലുണ്ട്. ഓക്കെ അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റ് ടൈഗർ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1973 എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ടൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സർവൈവൽ ആൻഡ് മെയിൻറ്റെയിൻ ഓഫ് ദി ടൈഗർ പോപ്പുലേഷനാണ് ഏതിൻ്റെ ലക്ഷ്യം, പ്രൊജക്റ്റ് ടൈഗറിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. അതെന്ത് ചെയ്യുക, ടൈഗർ റിസർവ്സിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം എന്താണ് 9 റിസർവുകൾ ആയിട്ട് നമ്മൾ ഏകദേശം 9115 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് ടൈഗറിന് വേണ്ടി കവർ ചെയ്തിട്ടായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു
ആഴ്ചത്തെ കറണ്ട് അഫെയറിൽ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ. താങ്ക് യു.